നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഗൈസ്. സ്വിമ്മിംഗ് പൂൾ അത് ഭയങ്കര അട്രാക്റ്റീവ് പാർട്ടാണ്. ഹായ് ഗൈസ്, അപ്പൊ ഞാനെന്നുള്ളത് ഹോസ്റ്റലിലാണ് എത്തിയിരിക്കുന്നത്. ഹോസ്റ്റലിലേക്ക് ഞാൻ കയറാൻ പോവാണ്. നമുക്ക് ഹോസ്റ്റൽ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇനി സ്റ്റുഡൻസിന്റെ റിവ്യൂ നോക്കാം. നമുക്കിവിടെ ചിപ്പൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. ഹോസ്റ്റലൊക്കെ ഭയങ്കര ഹൈ സെക്യൂരിറ്റിയാണ്. അതുപോലെ ടർക്കിഷ് എംബസിയുടെ ഒക്കെ ഹെഡ് ഇതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് സ്റ്റേ വരുന്നേക്കുക. സോ ഭയങ്കര സേഫ് ആൻഡ് സെക്യൂർ തന്നെയാണ് വരുന്നത്. പിന്നെ ഈസിലി അക്സസിബിൾ ആണ്. ഇവിടെ ഹോസ്പിറ്റൽ, ഫാർമസി, പോലീസ് സ്റ്റേഷൻ എല്ലാം നിയർ ബൈ തന്നെയുള്ളതാണ്. അപ്പൊ നമുക്ക് ഹോസ്റ്റലിനകത്തേക്ക് എൻട്രി ചെയ്യാം. അപ്പോൾ ചിപ്പ് വെച്ചിട്ടാണ് നമ്മളത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കയറി കേട്ടോ. അതാണ് ഹോസ്റ്റലിന്റെ എൻട്രി വരുന്നത്. ഇത് നമുക്ക് ഹോസ്റ്റലില് റൂംസ് ഒക്കെ എങ്ങനെയുണ്ട് അറിയാം. ഇവിടെ നമ്മുടെ ഇവിടെ റൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് തണുപ്പായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡോർ ഒന്ന് ക്ലോസ് ചെയ്യാം. നമുക്കിവിടെ 3 ഷെയറിംഗ് ഉണ്ട്, 4 ഷെയറിംഗ് ഉണ്ട്, 2 ഷെയറിംഗ് ഉണ്ട്. ഇത്രയും റൂംസ് ആണ് വരുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാ റൂംസ് കാര്യങ്ങളും കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഇപ്പൊ എൻട്രി മുതൽ ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. അത് സ്റ്റാർ ഹോട്ടൽ പോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത്രയും ക്ലീനും പിന്നെ ഡൈനിങ് ഹാള്, പിന്നെ സ്റ്റഡി ഏരിയ എല്ലാം നമുക്ക് കൂടെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് 2 ഷെയറിംഗ് റൂംസ് ഒക്കെ ഒന്ന് കാണാം. ഇതാണ് ഒരു 2 ഷെയറിംഗ് റൂം വരുന്നത്. ശരിക്കും ഒരു ഹോട്ടൽ പോലെ തന്നെ ഇല്ലേ. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അടിപൊളി ക്ലീൻ ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ടോയ്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ വെൽ ക്ലീൻഡ് ആണ്. അതിനൊക്കെ നമുക്കിവിടെ എല്ലാത്തിനും ക്ലീനിങ്ങിനൊക്കെ സ്റ്റാഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ വെച്ചാൽ അത്ര അടിപൊളി. അപ്പോൾ നമുക്ക് വീട്ടിൽ നിൽക്കുന്ന പോലെ തന്നെ കംഫർട്ടാണ്. ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് ഒക്കെ വരുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഈ പെൺകുട്ടികൾക്ക് ഒരു കൺസേൺ ഉണ്ടാവും. ടോയ്ലറ്റ് എങ്ങനെയാണ്, നല്ല ക്ലീൻ ആണോ എന്നൊക്കെ. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അത്രയും അടിപൊളിയാണ് നമുക്ക് വരുന്നത്. സോ ഗേൾസൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർക്ക് പ്രയോറിറ്റി വരുന്ന ഒരു കാര്യം അതുകൊണ്ടാണ് ഞാൻ റൂം മാത്രമല്ല ടോയ്ലറ്റ് കാണിക്കുന്നത്. കാരണം അത്രയും വെൽ മെയിൻറ്റൈൻഡ് ആണ് നമ്മുടെ ഈ ഹോസ്റ്റല്. ഇത് നമുക്ക് 3 ഷെയറിംഗ് റൂം കാണാം. 3 ഷെയറിംഗ് റൂം ഉണ്ട്. നമുക്ക് സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്. ഇത് കണ്ടുകഴിഞ്ഞാൽ ആക്ച്വലി ഒരു 5 സ്റ്റാർ ഹോട്ടലാണോ 5 സ്റ്റാർ ഹോട്ടലാണെന്ന് വിചാരിക്കത്തുള്ളൂ. ഹോസ്റ്റലാണെന്നൊന്നും വിചാരിക്കത്തില്ല. കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ ഇത് കാണിക്കാം. ഇവിടെ ഇനി കോൺഫറൻസ് ഹാൾ വരുന്നുണ്ട് കേട്ടോ. ഞാൻ തുറന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ കോൺഫറൻസ് ഹാളൊക്കെ വരുന്നത്. സ്റ്റുഡൻസ് ഇരുന്ന് പഠിക്കുന്നതും കമ്പൈൻ സ്റ്റഡിയോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് ചെയ്യാം. അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ എല്ലായിടത്തും ഒരു വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾ പഠിക്കുന്നുണ്ട് സ്റ്റുഡൻസ്. പിന്നെ നമുക്ക് പ്രൊജക്ടർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിന് ഒരു ഹോസ്റ്റലിൽ തന്നെ ഇത്രയും ഫെസിലിറ്റീസ് ഒന്നും സ്വാഭാവികമായിട്ട് ഉണ്ടാവാറില്ല. സോ അത്രയും അടിപൊളിയായിട്ടുള്ള ഹോസ്റ്റലാണ്. സോ നമ്മളിങ്ങനെ യൂണിവേഴ്സിറ്റീസ് പ്രിഫർ ചെയ്താൽ പോലും നിങ്ങൾ ഹോസ്റ്റലിനെ പറ്റിയിട്ട് യാതൊരു കാര്യത്തിലും അറിയിക്കേണ്ട കാര്യമില്ല. സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ നിന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെക്കേഷന് പോയ കുറേ സ്റ്റുഡൻസ് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഹോസ്റ്റലിൽ കുറച്ച് കാര്യമായിട്ടിരിക്കുന്നത്. കുറച്ച് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ റൂം കണ്ടായിരുന്നു. റൂം നമ്മളിപ്പോൾ 2 ഷെയറിംഗ് ഉണ്ട്. 2 ഷെയറിംഗ് ഉണ്ട്. ഇനി 3 ഷെയറിംഗ് ഉണ്ട്, 4 ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് 3 ഷെയറിംഗ് 4 ഷെയറിംഗ് അങ്ങനെയാണെന്ന് കാണാം. പിന്നെ നിങ്ങൾക്ക് ഞാൻ അവിടെ ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ. ആ റൂമിൽ പിന്നെ സ്റ്റുഡൻസ് വെക്കേഷൻ ആയതുകൊണ്ട് പോയതുകൊണ്ടാണ് ഞാൻ അപ്പുറത്തെ റൂമിൽ ചെന്നപ്പോഴാണ് ഓരോ റൂമിലും ഫ്രിഡ്ജ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കെറ്റിൽ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചൂടാക്കി കഴിക്കണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഫ്രീ വൈഫൈ ഉണ്ട്. വൈഫൈ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എല്ലാം കൊണ്ടും സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റൽ തന്നെയാണ്. ആ ഹോസ്റ്റൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു എല്ലാം കൊണ്ടൊരു ആംബിയൻസും എല്ലാം അടിപൊളിയാണ്. നിങ്ങൾക്ക് സ്റ്റഡി ഹാളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇരുന്ന് പഠിക്കാനുള്ള ഭയങ്കര അടിപൊളി അറ്റ്മോസ്ഫിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിനി 3 ഷെയറിംഗ് 4 ഷെയറിംഗ് കണ്ടിട്ട് നമുക്ക് ലോണ്ടറി ഏരിയ എങ്ങനെയുണ്ട് നോക്കാം. ഡൈനിങ് ഹാൾ പിന്നെ മെനു ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സ്റ്റുഡൻസിൻ്റെ ഒക്കെ റിവ്യൂ ഒക്കെ ഒന്ന് ചോദിക്കാം. ഹോസ്റ്റലിൻ്റെ ആണെന്നുണ്ടെങ്കിലും കോളേജിനെ പറ്റിയിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. അപ്പം ഇത് 4 ഷെയറിംഗ് ആണ് കേട്ടോ. 4 ഷെയറിംഗ്. എനിക്ക് നിങ്ങളോട് ഹോസ്റ്റലാണ് ഇത് എന്ന് പറയാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതൊരു ഹോട്ടലാണെന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് ഒരു ഹോസ്റ്റലാണ് ഗൈസ്. ഇവിടെ നമുക്ക് ഫുൾ മിററൊക്കെ നമുക്ക് ഫുൾ സെറ്റ് അടിപൊളിയാണ് എല്ലാവരും. സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിന് ഇഷ്ടംപോലെ സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജൊക്കെ ഉണ്ട്. ഫ്രിഡ്ജ് കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്കിവിടെ ടേബിൾ ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് പഠിക്കാൻ. ഇതൊരു ബെഡാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ 3 ബെഡ് വരുന്നുണ്ട്. അവർ ലൈറ്റൊക്കെ ചെയ്തിട്ട് അടിപൊളിയാക്കി വെച്ചേക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും ഇതുപോലെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് ഇങ്ങനെ വരുന്നത്. നമുക്ക് അവിടെ പഠിക്കുന്നതുണ്ട്, അങ്ങനെ വെക്കാം. പിന്നെ നമുക്ക് ബാൽക്കണി ഉണ്ട് കേട്ടോ. ഇവിടെ ബാൽക്കണി ഉണ്ട്. ഇരുട്ടായതുകൊണ്ട് ഇപ്പോൾ കാണാൻ പറ്റത്തില്ല നിങ്ങൾക്ക്. ഇവിടെ ബാൽക്കണിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഡ്രസ്സൊക്കെ നിങ്ങൾ വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രസ്സ് ഇടാം. സ്റ്റുഡൻസിന്റെ ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ടേപ്പ് കാര്യങ്ങളൊക്കെ വരും വെച്ചിട്ടുണ്ട്. പിന്നെ പുറത്തുനിന്നുള്ള വ്യൂ അടിപൊളിയാണ്. പക്ഷെ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട്
അല്ല, രാത്രിയാണ് കേട്ടോ കാണാനും ഭംഗിയ. രാവിലെ ആയിരിക്കും കുറച്ചും കൂടി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതെ, പിന്നെ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്താൽ അതിന്റെ ആംബിയൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഗൈസ്. വേറെ ലെവൽ ആംബിയൻസ് ആണ്. പിന്നെ ബാത്റൂം ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ തന്നെ വെൽ ആൻഡ് ക്ലീൻഡ് ആണ്. സ്റ്റുഡൻസ് ഇതിന്റെ അകത്ത് ഇനിയിപ്പോ എനിക്കൊരു വീട്ടിലുള്ളതിനേക്കാളും ഫെസിലിറ്റി ഹോസ്റ്റലുണ്ട്. ഇനി കാണാൻ പോകുന്നത് 3 ഷെയറിംഗ് ആണ്. 2 ഷെയറിംഗും 4 ഷെയറിംഗും നമ്മൾ കണ്ട്. അപ്പൊ ചില റൂമിന് കീ കാര്യങ്ങളാണ് ഇവിടെ കാർഡാണ് വരുന്നത്. അപ്പൊ നമുക്ക് കാർഡ് വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ആയില്ലേ? യെസ്, ഓപ്പൺ ആയി. അപ്പൊ നമ്മൾ എൻ്റർ ചെയ്യും. ഇതാണ് കേട്ടോ 3 ഷെയറിംഗ് വരുന്നത്. സ്റ്റുഡൻസ് ഇല്ല, വെക്കേഷൻ പോയേക്കുക. എല്ലാ റൂമും ഭയങ്കര വൃത്തിയാണ്. ഒന്നും പറയാനായിട്ട് വാക്കുകളില്ല. കാരണം അത്ര അടിപൊളിയായിട്ട് തന്നെ റൂംസ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്കിവിടെ വർക്ക് ചെയ്യാം. ഭയങ്കര സ്റ്റോറേജ്, എല്ലാ റൂമിലും നല്ല സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇരുന്ന് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. കണ്ടോ, ഇവിടെ സ്റ്റഡി ടേബിൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ സ്റ്റുഡൻസിന്റെ സാധനങ്ങളാണ് ഇരിക്കുന്നത്. അപ്പൊ അവരില്ലാത്തതുകൊണ്ട് നമുക്ക് തുറന്നു കാണിക്കാൻ ആളില്ല. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പൊ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളിലൂടെ അവർക്ക് ബാത്റൂം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാത്റൂം ഞാൻ നേരത്തെ കാണിച്ചാണ്. എല്ലാ ബാത്റൂമും ഭയങ്കര ക്ലീൻ ആണ്. അതായത് നമ്മുടെ സാധാരണ നോർമൽ ഇങ്ങനെ 5 സ്റ്റാർ ഹോട്ടൽസ് ഒക്കെ പോലെ തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അതിനൊക്കെ സ്റ്റാഫും കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ റൂംസ് ഒക്കെ കണ്ടു കഴിഞ്ഞില്ലേ, ഇനി ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അത് അടിപൊളിയാണ്. സ്റ്റുഡൻസിന് ഇരുന്ന് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഇനി നമ്മൾ പോകുന്നത് ഇവിടെയാണ്. ലോണ്ടറി ഏരിയ, ഡൈനിങ് ഏരിയ ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ ഡൈനിങ് ഏരിയ അടിപൊളിയാണ്. ഇവിടെ നിന്നാണ് സ്റ്റുഡൻസ് ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പൊ നമുക്ക് കുക്ക് ചെയ്യുന്നതിന് നിയർ ബൈ തന്നെ ഒരു കിച്ചൺ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് ഇവിടെ സെർവ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഇവിടെ ഇരുന്നിട്ടാണ് കഴിക്കുക. ഇനിയിപ്പോ കെറ്റിലേക്കുള്ള സ്റ്റുഡൻസിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ അതിന് നമുക്ക് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ഈ ഒരു ഏരിയയിൽ. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കഴിക്കണമെങ്കിലോ അങ്ങനെയൊക്കെ. കിച്ചണൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൈനിങ് ഹോള് കണ്ട്. ഇതാണ് ലോണ്ടറി ഏരിയ വരുന്നത്. ഇവിടെയാണ് ലോണ്ടറി ഏരിയ വരുന്നത്. പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചുതരാം. നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഗൈസ്. സ്വിമ്മിംഗ് പൂൾ അത് ഭയങ്കര അട്രാക്റ്റീവ് പാർട്ടാണ്. ഇത് നോക്കൂ, സ്റ്റുഡൻസിന് സ്വിമ്മിംഗ് പൂളൊക്കെ ഇങ്ങനെ ഒരു ഹോസ്റ്റലൊക്കെ ഉണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വേറെ എവിടെയും ഞാൻ ഇങ്ങനെ ഒരു ഫെസിലിറ്റീസ് ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റുഡൻസിന് പിന്നെ ജിമ്മിലൊക്കെ താല്പര്യമുള്ള സ്റ്റുഡൻസിന് അതെ ജിമ്മിങ്. സോ നമ്മൾ ഹോസ്റ്റൽ മൊത്തം കണ്ടിട്ടുണ്ട്.